സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ ഉയർന്നുവരുന്ന ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളിൽ മൗനം പാലിക്കുകയും രാഷ്ട്രീയ എതിരാളികളെ അർദ്ധരാത്രിയിൽ പോലീസ് സന്നാഹവുമായി വേട്ടയാടുകയും ചെയ്യുന്ന CPIMന്റെ ഇരട്ടത്താപ്പ് കേരളം ചർച്ചയാക്കേണ്ട സമയം അടുത്തിരിക്കുകയാണ്. 2 പതിറ്റാണ്ടോളം ഒരു സ്ത്രീയെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയെന്ന CPM നേതാവിനെതിരെയുള്ള പുതിയ പരാതി ആ പാർട്ടി എത്തി നിൽക്കുന്ന ജീർണതയുടെ ആഴം വ്യക്തമാക്കുകയാണ്. വർഷങ്ങളോളം നീണ്ടുനിന്ന ക്രൂരമായ പീഡനത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗിച്ച പരാതിക്കാരെ ഒതുക്കി തീർക്കാനാണ് ഇപ്പോഴും CPMന്റെ ശ്രമം. പിണറായി വിജയന്റെ പോലീസ് ഇത്തരം കേസുകളിൽ സ്വീകരിക്കുന്ന മെല്ലെ പോക്ക് നയം ഇരകളോടുള്ള വെല്ലുവിളിയാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവർ സ്വന്തം കൂടാരത്തിലെ ക്രിമിനലുകളെ വെള്ളപൂശാൻ കാണിക്കുന്ന തത്രപ്പാട് ലജ്ജാകരം തന്നെ. ഒരു യുവ നേതാവിനെ ലോകം കണ്ട ഏറ്റവും വലിയ ലൈംഗിക വൈകൃതമുള്ള ആളാക്കി ചിത്രീകരിക്കാൻ CPI സൈബർ ഇടങ്ങൾ കാണിച്ച ആ പോരാട്ട വീര്യം സ്വന്തം കാര്യത്തിൽ കാണിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടം കേസ് വന്നപ്പോൾ ഓഡിയോ ക്ലിപ്പുകളും ചാറ്റുകളും പുറത്തുവിടാൻ ധൃതി പിടിച്ചിരുന്ന മാധ്യമ കണ്ണുകൾ ഈ വാർത്തയ്ക്ക് മുന്നിൽ മനഃപൂർവ്വം കൈയും കണ്ണും കെട്ടി നിൽക്കുകയാണ്. കരിവാരിത്തേച്ചും ഒരു മനുഷ്യനെ കടുത്ത ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിച്ചും CPM പ്രതികാരം വീട്ടിയപ്പോൾ സ്വന്തം പാർട്ടിയിലെ കേസ് ഒരു കറുത്ത തോണിയിട്ട് മനഃപൂർവ്വം മൂടുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആവേശം കേരളം മറന്നിട്ടില്ല. ഒരു രാഷ്ട്രീയ സമരത്തിന്റെ പേരിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു കൊടും ക്രിമിനലിനെ പിടികൂടുന്ന ലാഘവത്തോടെയായിരുന്നു പോലീസ് വീട് വളഞ്ഞത്. സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു യുവ നേതാവിനെ തളയ്ക്കാനായിട്ടായിരുന്നു ഭരണകൂടം ആ ലൈംഗിക കേസിനോട് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഉപയോഗിച്ചത്. നിയമസഭാ മാർച്ചിലെ സംഘർഷത്തിന്റെ പേരിൽ ആശുപത്രിയിൽ ചികിത്സയെന്ന രാഹുലിനെ അതിവേഗം ജയിലടയ്ക്കാൻ കാണിച്ച CPM മനോഭാവം നമ്മൾ ഇതോടൊപ്പം ചേർക്കുന്നു. അത് രാഹുലിനോടുള്ള പ്രതികാരം മനഃപൂർവ്വം ലൈംഗിക കേസിൽ CPM വെച്ചുവാഴിക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ സ്വന്തം നേതാക്കൾക്കെതിരെ പീഡന പരാതി നേരിടുന്ന കാര്യത്തിൽ CPMന് ഒരു വാക്കുപോലും മിണ്ടാനില്ല. കാസർഗോഡാണ് CPM നേതാവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്, അതും ലൈംഗിക പരാതി. ജബ്ബാർ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കുമ്പള മുൻ ലോക്കൽ സെക്രട്ടറി സുധാകരനെതിരെയാണ് പരാതി നൽകിക്കൊണ്ടെത്തിയിരിക്കുന്നത്. 2 പതിറ്റാണ്ടോളം ഭീഷണിപ്പെടുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്നും ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി വിവാഹമോചനം നടത്തിയെന്നുമാണ് പരാതി. അധ്യാപകനായ നേതാവ് സ്കൂൾ മുറിയിൽ നിന്നും ഉൾപ്പെടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അയച്ചുവെന്നും തെളിവുകൾ ഉൾപ്പെടെ DGPക്ക് പരാതി നൽകിയെന്നും അതിക്രമം നേരിട്ട സ്ത്രീ പറഞ്ഞു. 1995 മുതൽ 2023 വരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി. 95 കാലഘട്ടത്തിൽ ഇരുവരും തമ്മിൽ പ്രണയമായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി, എന്നാൽ കല്യാണം കഴിച്ചില്ല. പിന്നീട് യുവതി മറ്റൊരു വിവാഹം കഴിച്ചു. സുധാകരനും വിവാഹിതനായി. സുധാകരന്റെ ഭാര്യ 2ാമത്തെ പ്രസവത്തിനായി വീട്ടിൽ പോയപ്പോൾ തന്നെ വിളിക്കുകയും ഭർത്താവിനെയും കുട്ടിയെയും ഉപേക്ഷിച്ച് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ഇയാൾ ജബ്ബാർ വധക്കേസിൽ ജയിലിലാവുകയായിരുന്നു. ജയിലിൽ നിന്നും തിരിച്ചു വന്ന ശേഷം വീണ്ടും ഭീഷണി തുടരുന്നു. +2 വിദ്യാർത്ഥിനികളെയും ജോലി വാങ്ങിക്കൊടുത്ത അധ്യാപകരെയും അടക്കം ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്നുണ്ടെന്നും സുധാകരൻ പരാതിക്കാരോടെ പറഞ്ഞതായിട്ടും അവർ വെളിപ്പെടുത്തി. അയാൾ പറയുന്നത് പോലെ അനുസരിച്ചാണെങ്കിൽ കുടുംബം ഉൾപ്പെടെ കൊന്നുകളയുമെന്നാണ് ഭീഷണിയുള്ളതായിട്ടാണ് പരാതിക്കാരി പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. 19 വർഷത്തോളം പീഡനം തുടർന്നുവെന്നും പരാതി ലഭിച്ചിട്ടും ആ നേതാവിനെതിരെ നടപടിയെടുക്കാൻ CPM മടിക്കുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വെളിവാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പുലർത്തിയ ജാഗ്രത എവിടെ പോയെന്ന ചോദ്യം കേരളത്തിൽ നിഴലടിക്കുകയാണ്. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ പോലീസിനെ ചട്ടുകമാക്കുന്ന സർക്കാർ സ്വന്തം പാർട്ടിക്കാർ പ്രതികളാകുമ്പോൾ നിയമം കയ്യിലെടുക്കുകയാണ്. ജനകീയ കോടതിയിൽ ഇതിന് മറുപടി ഉണ്ടാക്കുക തന്നെ ചെയ്യും. ക്രിമിനലുകൾക്ക് തണലൊരുക്കുന്ന പാർട്ടിയായിട്ട് CPM മാറുമ്പോൾ ജനാധിപത്യപരമായ പോരാട്ടങ്ങളുമായി കോൺഗ്രസ് മുന്നിലുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് നിമിഷത്തിൽ തരാനുള്ളത്.